അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, കടലാസിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന പേന, ആ ചലനത്തിനനുസരിച്ച് മനോഹരമായിട്ട് അതിൽ തെളിയുന്ന ചിത്രം കണ്ട് ആശ്ചര്യം കൂറിയ ഒരു കുഞ്ഞുറുമ്പ് അടുത്തുള്ള സുഹൃത്തിനോട് പറഞ്ഞു, എന്തൊരു അതിശയമാണ് ആ പേന വരയ്ക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ ആ സുഹൃത്ത് തിരുത്തിക്കൊണ്ട് പറഞ്ഞു, എടാ വിഡ്ഢി, ആ പേനയല്ല ചിത്രം വരയ്ക്കുന്നത്, മറിച്ച് ആ പേന പിടിച്ച വിരലിൽ നിന്നാണ് ചിത്രം ഉണ്ടാകുന്നത്. പേന വെറും ഒരു ഉപകരണം മാത്രമാണ്. അപ്പോൾ അത് കേട്ടുന്ന മൂന്നാമനായിട്ടുള്ളൊരു സുഹൃത്ത് മറ്റൊരു ഉറുമ്പ് രണ്ടാളെയും തിരുത്തിക്കൊണ്ട് പറഞ്ഞു, രണ്ടാൾ പറയുന്നത് ശരിയല്ല, വിരലും അല്ല പേനയല്ല, മറിച്ച് അതിൻ്റെ പിന്നിലുള്ള കൈകളാണ് ആ ചിത്രം ഉണ്ടാകാനുള്ള കാരണം. അങ്ങനെ ഇവർ മൂന്നാളും തർക്കമായി. അവസാനം ആ തർക്കം അവർക്കിടയിൽ ഏറ്റവും ജ്ഞാനിയായിട്ടുള്ള ഒരു നേതാവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. മൂന്നാളുകൾ അവരുടെ വാദങ്ങൾ മുന്നിൽ വെച്ച സമയത്ത് ആ വിവരമുള്ള ഉറുമ്പ് അവർക്ക് പറഞ്ഞു കൊടുത്തു, സഹോദരങ്ങളെ, നിങ്ങൾ പറഞ്ഞതുപോലെ പേനയോ വിരലോ കയ്യോ ഒന്നുമല്ല, മറിച്ച് അതിനും പിന്നിൽ ഒരാളുടെ ബുദ്ധിയും ഭാവനയും പ്രവർത്തിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് ആ കൈകളും വിരലുകളും ചലിക്കുന്നതും അവിടെ ആ ചിത്രങ്ങൾ ഉണ്ടാകുന്നതും. ഇനി അതിൻ്റെയും പിന്നിൽ ആ ബുദ്ധിക്ക് കണ്ടെത്താനാകാത്ത ഉന്നതനായിട്ടുള്ളൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിൻ്റെ ആ സാന്നിധ്യം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും, അയാളോ ആ പേനയോ ആ കയ്യോ അതൊന്നും ഒരു ഇഞ്ച് ചലിക്കില്ലായിരുന്നു. എല്ലാ ചലനത്തിൻ്റെയും പൊരുളെന്നുള്ളത് ആ സൃഷ്ടാവാണ്. അപ്പോൾ നമുക്ക് മുമ്പിലുള്ള ഈ ഭൂമി, ആ ഭൂമി ഉൾക്കൊള്ളുന്ന വിശാലമായിട്ടുള്ള ആ പ്രപഞ്ചം, ആ പ്രപഞ്ചമാകുന്ന പേപ്പറിൽ ആറ്റമാകുന്ന മഷി കൊണ്ട് വരച്ച ചിത്രങ്ങളാണ് ഓരോ സൃഷ്ടികളും. ആ ചിത്രങ്ങൾ ഓരോന്നും ആ ചിത്രകാരനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഏതെങ്കിലും ഒരു പേപ്പറിലേക്ക് കണ്ണുമൂട്ടി മഷി ചിന്തിയാൽ അവിടെ അത്ഭുതകരമായിട്ടുള്ളൊരു മൊണാലിസ അവിടെ രൂപപ്പെടുന്നില്ല. കൃത്യമായിട്ടുള്ളൊരു ബുദ്ധിയും ആസൂത്രണമെല്ലാം ഓരോ ചിത്രങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ സൃഷ്ടികൾക്ക് പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിന്നിലുള്ള ആ ഒരു ആസൂത്രകനെ അല്ലെങ്കിൽ ആ സൃഷ്ടാവിനെ അൽ ഖാലിഖ്, ആ ഒരു നാമമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ്റെ ആ ശ്രദ്ധ വിശാലമായിട്ടുള്ള പ്രപഞ്ചത്തിലേക്ക്, വാനലോകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ അറാഫിൻ്റെ 185 വചനത്തിൽ, അവലം യൻദുറൂ ഫീ മലകൂതി സമാവാതി വൽ അർള് വമാ ഖലഖല്ലാഹു മിൻ ഷൈ. ആകാശഭൂമികളുടെ സംവിധാനത്തെ സംബന്ധിച്ച് ഇക്കൂട്ടർ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അതല്ലെങ്കിൽ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതുൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറിയുള്ള പ്രയാണത്തിലെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഈ ഒരു ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ഒരു ആയത്ത് കൂടെയാണ്. സൃഷ്ടികളെ സംബന്ധിച്ച് ചിന്തിക്കാൻ വേണ്ടി സൃഷ്ടാവ് ആഹ്വാനം ചെയ്യുന്ന ഒരായത്ത്. അതല്ലെങ്കിൽ ലഖൽഖു സമാവാതി വൽ അർളി അക്ബറു മിൻ ഖൽഖിന്നാസ് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. നിസ്സാരരായിട്ടുള്ള നിങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതിനേക്കാൾ വലിയ കാര്യമാണ് നിങ്ങളെക്കാൾ ഭീമാകാരമായിട്ടുള്ള ഈ വിശാലമായിട്ടുള്ള ഈ പ്രപഞ്ചവും അതേപോലെ തന്നെ ഭൂമിയെല്ലാം സംവിധാനിക്കുക എന്നുള്ളത്. പിന്നീട് എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ജീവിവർഗ്ഗങ്ങളിൽ ഒന്ന് മാത്രമാണ് നിങ്ങളെ മാത്രമല്ല, നിങ്ങളെക്കാൾ ഭീമാകാരമായിട്ടുള്ള, നിങ്ങളെക്കാൾ പല കഴിവുകളുള്ള നിരവധി ജീവികൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. സൂറത്ത് സുമറിൻ്റെ 62 വചനത്തിൽ അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. അള്ളാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഏകകോശ ജീവികൾ മുതൽ ഏറ്റവും ഭീമാകാരമായിട്ടുള്ള നീലത്തിമീങ്കലങ്ങൾ അടങ്ങുന്ന ലക്ഷക്കണക്കിന് ജീവിവർഗ്ഗങ്ങളെ മുഴുവൻ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. നിങ്ങളറിയുന്നതും നിങ്ങളറിയാത്തതുമായിട്ടുള്ള ജീവജാലങ്ങൾ. വയഖ്ലുഖു മാ ലാ തഅലമൂൻ. അപ്പോൾ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനായിട്ടുള്ളവൻ അൽ ഖാലിഖ്. അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൽ 11ഓളം സ്ഥലത്ത് അൽ ഖാലിഖ് എന്നുള്ള നാമം കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ഭാഗം, അള്ളാഹിൻ്റെ നിരവധി നാമങ്ങൾ സൂചിപ്പിക്കുന്ന സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ഭാഗത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, അള്ളാഹു അവിടെ ആ ഒരു നാമം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അൽ ഖാലിഖ് പോലെ തന്നെ മറ്റൊരു നാമമാണ് അൽ ഖല്ലാഖ് എന്നുള്ള നാമം. അതും സൂറത്ത് യാസീൻ്റെ 81 വചനത്തിൽ വഹുവൽ ഖല്ലാഖുൽ അലീം. ഇപ്പോൾ ഒരു തവണയല്ല, നിരന്തരം ആ സൃഷ്ടിപ്രക്രിയകൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഫഅൽ രൂപത്തിലാണ് അത് വരുന്നത്. അപ്പോൾ അതേതെങ്കിലും രൂപത്തിൽ സൃഷ്ടിക്കല്ല, മറിച്ച് സൃഷ്ടിച്ചതിൽ ഓരോന്നിലും ആ ഒരു പെർഫെക്ഷൻ, ആ സൃഷ്ടാവിൻ്റെ കയ്യൊപ്പ് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സൃഷ്ടിപ്പിൻ്റെയും പിന്നിലുള്ള ആസൂത്രണങ്ങൾ എത്ര സങ്കീർണമാണ്, ചിന്തിച്ച് നോക്കുക. അപ്പോൾ 1966 ഒരു പ്ലാനറ്റ്, ഒരു ഗ്രഹം ഹാബിറ്റബിൾ, അവിടെ വാസയോഗ്യമാകാൻ, അല്ലെങ്കിൽ ആ ഒരു ഗ്രഹത്തിൽ ജീവന് നിലനിൽക്കാൻ വേണ്ട സാധ്യതകൾ 2 കണ്ടീഷൻ മാത്രമാണ് അവർ പറഞ്ഞിരുന്നത്. ഒന്ന്, ശരിയായിട്ടുള്ളൊരു പാരൻ്റൽ സ്റ്റാർ, ഇപ്പോൾ നമുക്ക് സൂര്യനുള്ളതുപോലെ ഒരു നക്ഷത്രം വേണം. അതേപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷനായിട്ട് പറഞ്ഞത്, ആ നക്ഷത്രത്തിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു അകലത്തിലായിരിക്കണം ആ ഗ്രഹം ഇരിക്കുന്നത്. ആ 2 കണ്ടീഷൻ ഒത്തു കഴിഞ്ഞാൽ അവിടെ ജീവൻ ഉണ്ടാകും എന്നുള്ള അനുമാനത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ
ഭൂമിക്ക് പുറത്തുള്ള പല സ്ഥലത്തും നമ്മൾ ജീവൻ തിരയാൻ പോയി. കാലം മുന്നോട്ട് പോയതിനനുസരിച്ച് പതിറ്റാണ്ടുകൾ പിന്നിട്ട സമയത്ത് ആ 2 കണ്ടീഷൻ പോയി, പിന്നീട് 50 പിന്നീട് 100, ഇപ്പോൾ പറയുന്നു 200-ലധികം അതുല്യമായിട്ടുള്ള യുണീക്കായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗ്രഹത്തിൽ ജീവന് നിലനിൽക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഗ്രഹം ഉൾക്കൊള്ളുന്ന ആ ഗാലക്സി അത് സ്പൈറൽ ആകൃതിയിലായിരിക്കണം. അതേപോലെ തന്നെ ആ ഗ്രഹത്തിന് ചുറ്റും നിരവധി ഇതര ഗ്രഹങ്ങൾ വേണം. അപ്പോൾ നമ്മുടെ കേസിൽ ഭൂമിക്ക് ചുറ്റും നിരവധി ഇതര ഗ്രഹങ്ങളുണ്ട്. പല സമയത്തും ഭീമാകാരമായിട്ടുള്ള ഉൽക്കകൾ അല്ലെങ്കിൽ ധൂമകേതുക്കളിൽ നിന്നെല്ലാം ഭൂമിയെ സംരക്ഷിക്കുന്നത് ഇത്തരം ഗ്രഹങ്ങളാണ്. ഇപ്പോൾ 1994 ഇപ്പോൾ ഷൂമാക്കർ ലബി എന്നുള്ള ഒരു വലിയ ധൂമകേതു ഭൂമിക്ക് നേരെ വന്ന സമയത്ത് അവിടെ വ്യാഴം, ആ ജൂപ്പിറ്ററാണ് അതിനെ തടഞ്ഞു നിർത്തിയത്. അതേസമയം അതിന് ചുറ്റിലുള്ള ഇതര ഗ്രഹങ്ങൾ അത് അതിൻ്റെ ആ പാരൻ്റൽ സ്റ്റാർ ആ സൂര്യനിൽ നിന്നുള്ള വെളിച്ചത്തെ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിശ്ചിതമായിട്ടൊരു വലിപ്പത്തിലും അകലത്തിലും ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇവിടെ ജീവന് സാധ്യമാകൂ എന്നുള്ളതാണ്. ആ ഗ്രഹത്തിൻ്റെ ഭ്രമണപഥം അത് സർക്കുലാർ ആയിരിക്കണം. അതേപോലെ ആ ഗ്രഹത്തിൻ്റെ ഒരു അന്തരീക്ഷം വേണം. അവിടെയുള്ള ജീവൻ്റെ നിലനിൽപ്പിന് ഹാനികരാകുന്ന അൾട്രാവയലറ്റ് എല്ലാം തടയുന്ന ഒരു ഓസോൺ ലെയർ വേണം, സമുദ്രങ്ങൾ വേണം. അപ്പോൾ നമുക്ക് ചന്ദ്രനുള്ളതുപോലെ ഒരു ഉപഗ്രഹം വേണം. അതുള്ളത് കൊണ്ടാണ് ആ കാലാവസ്ഥയെല്ലാം വളരെ സ്മൂത്തായിട്ട് നിയന്ത്രിക്കുന്നത്. അതേപോലെ ആ ഗ്രഹത്തിൻ്റെ ക്രസ്റ്റ്, അതിൻ്റെ ആ പുറന്തോട് അത് കൃത്യമായിട്ടുള്ള ആ തിക്നെസ് കനത്തിലായിരിക്കണം എന്നുള്ളതാണ്. കാരണം അതിൻ്റെ കനം കൂടുകയാണെങ്കിൽ ഓക്സിജൻ്റെ ആഗിരണം കൂടും, കനം കുറയുകയാണെങ്കിൽ അവിടെ ആ വോൾക്കാനിക് ടെക്ടോണിക് ആക്ടിവിറ്റികൾ, അതായത് ഭൂകമ്പം, സുനാമി, അതെല്ലാം വർദ്ധിക്കും എന്നുള്ളത്. അത് ജീവന് ഹാനികരമായിട്ട് മാറും. അതേപോലെ ആ ഗ്രഹത്തിനൊരു കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ് വേണം. അതാണ് ഇപ്പോൾ മാരകമായിട്ടുള്ള സൗരവാതങ്ങളിൽ നിന്നെല്ലാം നമ്മൾ സംരക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് വേണം. ഇത്തരത്തിലുള്ള 200ഓളം കണ്ടീഷനുകൾ ഒത്തു വന്നാൽ മാത്രമേ ആ ഗ്രഹത്തിൽ ജീവന് സാധ്യമാകൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ ചേർത്ത് വായിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ലുഖ്മാൻ്റെ 10-11 ആയത്തുകളിൽ അള്ളാഹു ആ വാനലോകങ്ങളെ സൃഷ്ടിച്ച് ശേഷം ആ ഭൂമിയെ സൃഷ്ടിച്ച് ഭൂമിയിൽ ജന്തുജീവജാലങ്ങളെ വ്യാപിപ്പിച്ച് ജീവൻ അനുയോജ്യമായിട്ട രൂപത്തിൽ ജലവും മറ്റുമെല്ലാം നൽകി ഭൂമിയെ ഒരുക്കിയതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ശേഷം അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യം, ഹാദാ ഖൽഖുല്ലാ ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിന് പുറമേയുള്ള ആളുകൾ സൃഷ്ടിച്ചത് എന്താണെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരിക. അള്ളാഹു വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയും അള്ളാഹു തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിൻ്റെ 73-ാമത്തെ വചനത്തിൽ, ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖു ദുബാബൻ വലബിജ്തമഉ ലഹു. അപ്പോൾ അള്ളാഹ്ക്ക് പുറമെ ആ ദിവ്യത്തെല്ലാം വാദിക്കുന്ന ആളുകൾ അവർ മുഴുവൻ ഒരുമിച്ച് ചേർന്നാലും അവർക്കൊരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം അവർ തന്നെ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. സൂറത്ത് നഹ്ലിൻ്റെ 20-ാമത്തെ വചനത്തിൽ, ലാ യഖ്ലുഖൂന ഷൈഅൻ വഹും യുഖ്ലഖൂൻ. അവരൊന്നും സൃഷ്ടിക്കുന്നില്ല, കാരണം അവർ തന്നെ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ് എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവാണ് സർവ്വതിനെയും സൃഷ്ടിച്ചത്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ. അതുകൊണ്ട് അവന് മാത്രമാണ് ആരാധ്യൻ. അൽ ഖാലിഖായിട്ടുള്ളവന് മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ളവൻ. അപ്പം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ മനുഷ്യരാശിയോടുള്ള അള്ളാഹിൻ്റെ ആദ്യത്തെ കൽപ്പന സൂറത്തുൽ ബഖറയുടെ 21-ാമത്തെ വചനത്തിൽ, യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച അൽ ഖാലിഖായിട്ടുള്ളവനെ നിങ്ങൾ ആരാധിക്കുക. അവിടെയും ആരാധനക്കർഹൻ അവന് മാത്രമാണെന്ന് പറയാൻ വേണ്ടി അള്ളാഹു എടുത്തു കാണിക്കുന്ന ആ ക്വാളിറ്റി, അവനാണ് നിങ്ങളുടെ ഖാലിഖ്, സൃഷ്ടാവാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ആ ഖാലിഖ് എന്നുള്ള ആ പദത്തിൻ്റെ ഭാഷാപരമായിട്ടുള്ള നിർവചനത്തിലേക്ക് കിടക്കുകയാണ്. 2 അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 3 കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അള്ളാഹു അൽ ഖാലിഖായിട്ട് മാറുന്നത്. നമുക്കൊരിക്കലും ഖാലിഖ് ആകാൻ കഴിയാത്തത് ഈ 3 കാര്യങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്താണ് 3 കാര്യങ്ങൾ? അൽ ഖാലിഖ് എന്നുള്ളതുകൊണ്ട് അർത്ഥാക്കുന്നത്, ഒന്നാമതായിട്ട് അൽ ഈജാദു മിനൽ അദം, ഒന്നുമില്ലായ്മയിൽ നിന്നും ശൂന്യതയിൽ നിന്നും സൃഷ്ടിക്കുക. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സർവ്വതിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ആ രൂപത്തിലാണ്. രണ്ടാമതായിട്ട് ഗൈരി മിസാലിൻ സാബിഖ്, മുൻമാതൃകകളില്ലാതെയാണ് അള്ളാഹു സർവ്വതിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 117-ാമത്തെ വചനത്തിൽ, ബദീഉസ് സമാവാതി വൽ അർള് വ ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ആകാശഭൂമികളെ മുഴുവൻ ഒരു പ്രയർ ടെംപ്ലേറ്റ് ഇല്ലാതെ, മുൻമാതൃകകളില്ലാതെ, അൽ ഇബ്ദാ, അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നാമതായിട്ട് ശൂന്യതയിൽ നിന്നും നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മളെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെ ഓൾറെഡി ഉള്ള വസ്തുക്കൾ, ആ റോ മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ റോ മെറ്റീരിയൽ ഓൾറെഡി അള്ളാഹു ഇവിടെ നേരത്തെ തന്നെ സൃഷ്ടിച്ചു വെച്ചതാണ്. അപ്പോൾ നല്ലൊരു കെട്ടിടം പണിയുന്ന സമയത്ത് അതിന് വേണ്ട റോ മെറ്റീരിയൽ, മരവും കമ്പിയും കല്ലും മണ്ണെല്ലാം ഇവിടെ ഓൾറെഡി ഉണ്ട്. നമ്മൾ അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആ രൂപമാറ്റങ്ങൾ വരുത്തുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അള്ളാഹു സർവ്വതിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് ശൂന്യതയിൽ നിന്നാണ്. രണ്ടാമതായിട്ട്
നമ്മൾ നിർമ്മിക്കുന്ന സർവ്വതും ഒരു മുൻമാതൃകയെ അനുകരിച്ചുകൊണ്ടാണ്. നമ്മൾ പലതും കോപ്പി ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മുൻമാതൃകകളില്ലാതെ സൃഷ്ടിച്ചു, അതും ഏതെങ്കിലും രൂപത്തിലല്ല, മറിച്ച് സൃഷ്ടിപ്പിലുടനീളം അള്ളാഹു സ്വീകരിച്ച പെർഫെക്ഷനെ പരിശുദ്ധ ഖുർആനിലുടനീളം ആവർത്തിച്ച് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സൂറത്ത് സജ്ജദയുടെ 7-ാമത്തെ വചനത്തിൽ അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു, അതല്ലെങ്കിൽ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും ഉന്നതമായിട്ടുള്ള ഇഹ്സാൻ, ആ പെർഫെക്ഷനോടുകൂടിയാണ് ഞാൻ സകലതിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സൃഷ്ടിപ്പിലുടനീളം ഒരു അപൂർണതകളും ഒരു ഇംപെർഫെക്ഷനും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അള്ളാഹു വെല്ലുവിളിക്കുന്നുണ്ട്. സൂറത്ത് മുൽക്കിൻ്റെ ആരംഭത്തിൽ മാ തറാഫി ഖൽഖി റഹ്മാനി മിൻ തഫാവുത്ത് ഫർജിഇൽ ബസറ ഹൽ തറാമിൻ ഫുതൂർ. നിങ്ങൾ ആവർത്തിച്ച് ആ സൃഷ്ടികളിലേക്ക് നോക്കുക. സുമ്മ റജിഇൽ ബസറ കറത്തൈൻ, എത്ര തന്നെ നിങ്ങൾ നോക്കിയാലും നിങ്ങളുടെ കണ്ണുകൾ പരാജയപ്പെട്ട് നിങ്ങളിലേക്ക് മടങ്ങുമെന്നല്ലാതെ യാതൊരു ന്യൂനതയും എൻ്റെ സൃഷ്ടിപ്പിൽ കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പലപ്പോഴും ആ പ്രകൃതിയിൽ നിന്നും കോപ്പി ചെയ്ത് നമ്മൾ അനുകരിച്ചുണ്ടാക്കിയ പലതിൻ്റെയും ആ ന്യൂനതകളിലേക്ക് മാത്രം ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് പക്ഷികളെ അനുകരിച്ചാണ് നമ്മൾ ഫ്ലൈറ്റ് ഉണ്ടാക്കിയത്. അവരം യറോ ഇലത്വയി ഫൗഖഹും, അള്ളാഹു ആ പക്ഷികളിലേക്ക് ആവർത്തിച്ച് മനുഷ്യൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് നൂറുകണക്കിന് ആളുകളുടെ ബുദ്ധിയും സമയമെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടും ആ കൊച്ചു പക്ഷികളെ വെല്ലുന്ന പെർഫെക്ഷനോടുകൂടെ ഒരു ഫ്ലൈറ്റ് നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ പക്ഷികളുടെ അത്ഭുതകരമായിട്ടുള്ള എയറോഡൈനാമിക് ഷേപ്പ്, അത് നമ്മളുണ്ടാക്കുന്ന ഏത് വിമാനത്തെയും വെല്ലുന്നതാണ്. അൽ മുസവ്വിർ എന്നുള്ള ആ ഒരു നാമത്തിൻ്റെ പ്രതിഫലനമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ആ ഷേപ്പ് മാത്രമല്ല, 0 റൺവേ ആണ്. നിന്നെടുത്ത് നിന്ന് തന്നെ സഡൻ ടേക്ക് ഓഫാണ്. വളരെ സ്മൂത്തായിട്ട് എത്ര പെട്ടെന്നാണ് അത് ഉയർന്നു പൊങ്ങുന്നത്. അതേസമയം നമ്മളുണ്ടാക്കുന്ന വിമാനങ്ങൾ 250 km/h വേഗതയിൽ ഏകദേശം 2 കിലോമീറ്ററോളം റൺവേയിലൂടെ സഞ്ചരിച്ചാൽ മാത്രം അതിന് സ്മൂത്തായിട്ടൊരു ടേക്ക് ഓഫ് സാധ്യമാവുള്ളൂ. അത് മാത്രമല്ല, ഉയർന്നു പൊങ്ങിയാൽ തന്നെ ആൽറ്റിറ്റ്യൂഡ് ഷിഫ്റ്റിംഗ്, അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാകും 10,000 വരുന്ന പക്ഷികൾ അവരൊന്നിച്ച് ആകാശത്ത് നടത്തുന്ന ഒരു എയർ ഷോ, വ്യത്യസ്ത രൂപങ്ങളെല്ലാം ഉണ്ടാക്കി അവർ നടത്തുന്ന ഒരു ആകാശ നൃത്തം, സ്റ്റാർലിംഗ് മർമറേഷൻ എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. ഒരു ലീഡർ പോലും ഇല്ലാതെ കൃത്യമായിട്ടുള്ള കോർഡിനേഷനോടുകൂടെ മിന്നൽ വേഗത്തിലാണ് അവരുടെ ആ സഞ്ചാര വേഗതയും ദിശയെല്ലാം അവർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അവർ കൂട്ടിയിടിക്കുന്നില്ല, അപകടങ്ങളില്ല, മുൻ പരിശീലനമൊന്നും ഇല്ലാതെയാണ് ഇത്രയും പക്ഷികൾ ആ ഒരു പ്രതിഭാസം അവിടെ അരങ്ങേറുന്നത്. അതേസമയം നമ്മളുണ്ടാക്കുന്ന വിരലെണ്ണാവുന്ന ഫ്ലൈറ്റുകൾ മാസങ്ങളുടെ പരിശീലനങ്ങൾ ലഭിച്ചിട്ടും ഇത്രയേറെ സുരക്ഷാ ക്രമീകരണങ്ങളും മാനദണ്ഡങ്ങളെല്ലാം സ്വീകരിച്ചിട്ടും ഇത്തരം ഷോകളിൽ എത്ര അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഊർജ്ജക്ഷമത, ഫ്യൂവൽ കൺസംഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഏതാനും ഗ്രാം ഭക്ഷണം കഴിച്ചിട്ടാണ് ഇപ്പോൾ ദേശാന്തരഗമനം നടത്തുന്ന ആർട്ടിക് ടേൺ അല്ലെങ്കിൽ ബാർട്ടൈൽ ഗോഡ്വിറ്റ് പോലെയുള്ള പക്ഷികൾ 90,000 അല്ലെങ്കിൽ 100,000 കിലോമീറ്ററുകൾ ഭൂഖണ്ഡങ്ങൾ താണ്ടി അവർ യാതൊരു GPS-ൻ്റെയും സഹായമില്ലാതെ കൃത്യമായിട്ട് ദിശ തെറ്റാതെ അവർ ആ ദേശാന്തരഗമനം നടത്തുകയാണ്. അതേസമയം എത്ര ഫ്യൂവൽ നമ്മൾ അതിന് ഉപയോഗിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എത്ര സംവിധാനങ്ങളാണ് നാവിഗേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയേറെ പെർഫെക്ഷനോടുകൂടെയുള്ള പക്ഷികളുടെ സൃഷ്ടിപ്പ് അത് കേവല യാദൃശ്ചികം. അതേസമയം അതിനനുകരിച്ച് നമ്മൾ പല ന്യൂനതകളോടെയും നിർമ്മിച്ചത് അത് ഇൻ്റലിജൻസ് ആയിട്ട് കൊട്ടിഘോഷിക്കുകയാണ്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. പല സമയത്തും നമ്മുടെ ന്യൂനതകൾ പോലും പരിഹരിക്കുന്നത് അവയുടെ പെർഫെക്ഷനിലേക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഓർക്കുന്നത് ഒരല്പം മുമ്പ് പല ആളുകൾ ഇത് കേട്ടിട്ടുണ്ടാവും. ജപ്പാനിൽ അവരൊരു ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിച്ച സമയത്ത് അതിൻ്റെ ആ ശബ്ദം കാരണം, അത് തുരങ്കത്തിലൂടെയെല്ലാം പോകുന്ന സമയത്ത് അതിൻ്റെ ആ പ്രകമ്പനം കാരണം സമീപവാസികളെല്ലാം 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള ആളുകൾക്ക് വരെ അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയെ, വലിയ ശബ്ദം കാരണം അവസാനം ഒരു പ്രഗത്ഭനായിട്ടുള്ള എഞ്ചിനീയർ അതിനു വേണ്ടിയുള്ള സൊല്യൂഷൻ അദ്ദേഹം തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. അദ്ദേഹം ഒരു പക്ഷി നിരീക്ഷകൻ കൂടെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ യാദൃശ്ചികമായിട്ട് ആ കിങ്ഫിഷർ പക്ഷിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ തലയിൽ ആപ്പിൾ വീണ മൊമെൻ്റ് ഉണ്ടാവുകയാണ്. കിങ്ഫിഷർ പക്ഷികൾ വളരെ ശക്തമായിട്ട് 25 മൈൽ/ഹവർ വേഗത്തിൽ ആ വായുവിൽ നിന്നും ആ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്ത് വെള്ളം തെറിപ്പിക്കാതെ അതിൽ നിന്നും മീനിനെ പിടിച്ച് പൊന്തുന്ന ആ ഒരു കാഴ്ച അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അത്രയും സ്പീഡിൽ വന്നിട്ടും അവിടെ വെള്ളത്തിൻ്റെ ആ സ്പ്ലാഷ് അവിടെ സംഭവിക്കുന്നില്ല. അതിൽ നിന്നും ആ ആശയം ഉൾക്കൊണ്ടിട്ട് അദ്ദേഹം ആ ട്രെയിനിൻ്റെ മുൻഭാഗത്ത് ആ പക്ഷിയുടെ കൊക്ക് പോലെ ആ ഷെയ്പ്പെല്ലാം മാറ്റിയതോടുകൂടെ ആ പ്രശ്നത്തിനൊരു പരിഹാരമാവുകയാണ്. അതോടുകൂടെ പിന്നീട് ശബ്ദം കുറഞ്ഞത് മാത്രമല്ല സ്പീഡും കൂടി എന്നുള്ളതാണ്. അപ്പോൾ ഇതേ രൂപത്തിലുള്ള അനുകരണങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓർക്കുന്നത് സിംബാബ്വേയിൽ ചെതൽപുറ്റുകൾ അനുകരിച്ച് ഒരു 7 നില കെട്ടിടം ഈസ്റ്റ് ഗേറ്റ് സെൻറ്റർ എന്നുള്ള ഒരു ബിൽഡിംഗ് അവർ നിർമ്മിച്ചിട്ടുണ്ട്. ആ ചെതൽപുറ്റുകൾക്കകത്തുള്ള ആ നിരവധി തുളകളോട് കൂടിയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള വെന്റിലേഷൻ സിസ്റ്റം അത് അതേ രൂപത്തിൽ കോപ്പി ചെയ്ത് ആ ബിൽഡിങ്ങിൽ അപ്ലൈ ചെയ്ത സമയത്ത് അത് അവിടെ AC ഇല്ലാതെ തന്നെ സദാസമയത്തും ആ ബിൽഡിങ്ങിനകം കൂളായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു, എല്ലാത്തിനെയും അതിൻ്റെ ആ പെർഫെക്ഷനോടുകൂടെ അതിൻ്റെ 1-ാമത്തെ ദിവസം തന്നെ ആദ്യത്തെ മോഡലിൽ തന്നെ യാതൊരു മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ അവനാണ് അള്ളാഹു. അപ്പോൾ നമ്മൾ ആ വാഹനങ്ങളുടെ ഓട്ടോമൊബൈൽ എവല്യൂഷൻ അതിൻ്റെ പരിണാമം ഒന്ന് പരിശോധിച്ച് നോക്കുക.
അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ കുതിരകളെയായിരുന്നു വാഹനമായിട്ട് ഉപയോഗിച്ചത്. പിന്നീട് 1769 ഒരു ഫ്രഞ്ച് ഇൻവെൻറ്റർ നിക്കോളാസ് ജോസഫ് എന്നുള്ളൊരു വ്യക്തി ആദ്യത്തെ ഓട്ടോമൊബൈൽ, ആദ്യത്തെ സ്റ്റീം കാറുകൾ നിർമ്മിക്കുകയാണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും. ഇത് ആദ്യത്തെ കാറിൻ്റെ രൂപമാണ്. പിന്നീട് ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് 1886 ഒരു ജർമ്മൻ എഞ്ചിനീയർ ആയിട്ടുള്ള കാൾ ബെൻസ്, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ മോട്ടോർ കാർ നിർമ്മിക്കുന്നത്. ഒരു മുച്ചക്ര വാഹനമാണ്, മോഡൽ നമ്പർ 1, ബെൻസിൻ്റെ ആദ്യത്തെ ആ ഒരു മോഡൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും. പിന്നീട് മാറ്റങ്ങളുടെ പെരുമഴയാണ്. ഓരോ ജനറേഷനിൽ ഒരുപാട് ആളുകൾ അവർ തലപുകഞ്ഞ് ആലോചിച്ച് നിരവധി അഡീഷനെല്ലാം വരുത്തി റിഫൈൻ ചെയ്ത് എടുത്ത് അവസാനം നമ്മൾ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത് രണ്ടിനിടയിലുള്ള അന്തരം എത്രയാണ്? അത് ഈ ഒരു കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും ആ രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ ഗ്രാജുവൽ ആയിട്ടാണ് ആ ഒരു പെർഫെക്ഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അതേസമയം അല്ലാഹുവിൻ്റെ ഏതൊരു സൃഷ്ടിപ്പും ആ സൃഷ്ടിച്ച ഉടനെ തന്നെ ആ ഫസ്റ്റ് എഡിഷൻ, ആ മോഡൽ നമ്പർ 1 തന്നെ അത് കംപ്ലീറ്റ് പെർഫെക്ഷൻ ആയിരിക്കും. അതിൽ യാതൊരു ന്യൂനതയും കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അത് മനുഷ്യൻ്റെ കാര്യത്തിൽ, ആ മനുഷ്യ ശരീരത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. അത് ഏറ്റവും വലിയ അത്ഭുത സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുള്ളത്. വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ മതി, അതിൽ നിങ്ങൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഓരോന്നും അത്ഭുതകരമാണ്. നമ്മുടെ കണ്ണും കാതും ഹൃദയവും ബ്രെയിനും ചർമ്മവും ഇതെല്ലാം ഓരോന്നും വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ സാമ്പിളിന് ഒരൊറ്റ കാര്യം മാത്രം പറയുകയാണ്. അപ്പോൾ നമ്മുടെ ആ കിഡ്നി എന്നുള്ള ആ ഒരു അവയവത്തെ, ആ ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച് മാത്രം ചിന്തിച്ച് നോക്കുക. അതിലുള്ള അത്ഭുതം. ഓരോ മണിക്കൂറിലും 6-7 ലിറ്റർ ബ്ലഡാണ് അത് ഫിൽട്ടർ ചെയ്യുന്നത്, അത് ശുദ്ധീകരിക്കുന്നത്. ആ കിഡ്നിക്കകത്തുള്ള മില്യൺ കണക്കിന് നെഫ്രോണുകൾ ആ ഒരു അരിപ്പ വഴി മണിക്കൂറിൽ 6-7, അതല്ലെങ്കിൽ ഒരു ദിവസം 150 ലിറ്റർ ബ്ലഡാണ് അത് ശുദ്ധീകരിക്കുന്നത്. ഇപ്പോൾ കിഡ്നി എന്നുള്ളത് 150 ഗ്രാം, കഷ്ടിച്ച് നമ്മുടെ ആ മൊബൈലിൻ്റെ എല്ലാം ഭാരം വരുന്ന ചെറിയൊരു അവയവമാണ്. വെറും 150 ഗ്രാം ഭാരം വരുന്ന ആ കിഡ്നി സെക്കൻഡുകൾ കൊണ്ട് ചെയ്യുന്ന പണിയാണ്. 150 കിലോഗ്രാമോളം വരുന്ന ഭീമൻ ഡയാലിസിസ് മെഷീൻ ഒരാഴ്ചയിൽ 12 മണിക്കൂർ എടുത്ത് ചെയ്യുന്നത്. കമ്പയർ ചെയ്ത് നോക്കുക. അതുമാത്രമല്ല, ഈ ചെറിയ കിഡ്നി അത് കേവലം രക്തം ശുദ്ധീകരിക്കുക മാത്രമല്ല, മറിച്ച് റെനിൻ എന്നുള്ളൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ രക്തം നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെ ബലം, ആ വൈറ്റമിൻ ഡി സിന്തസിസ്, അതെല്ലാം കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതൊന്നും ഈ മെഷീന് ചെയ്യാനായിട്ട് സാധ്യമല്ല. ഈ ഒരു ചെറിയ അവയവം ഇത്രയും സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒരേ സമയത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇതിനെല്ലാം ഈ രൂപത്തിൽ സംവിധാനിച്ച അൽ ഖാലിഖായിട്ടുള്ള ആ സൃഷ്ടാവിൻ്റെ കഴിവും അതേപോലെ തന്നെ അവൻ്റെ ആസൂത്രണമാണ് ഓരോ സൃഷ്ടികളും നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കിഡ്നിയുടെ കാര്യത്തിൽ മാത്രമല്ല, അതേ രൂപത്തിൽ ഓരോ അവയവങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ സാധിക്കും. ഒരു കാര്യം മാത്രം ചിന്തിച്ചു നോക്കുക. ലോകത്തെ ഏറ്റവും വിഷണറി ആയിട്ട് ലോകം വാഴ്ത്തുന്ന, കൊട്ടിഘോഷിക്കുന്ന ആളുകൾ എന്തെങ്കിലും നൂതനമായിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം നിർമ്മിച്ച ആളുകളാണ്. ഇപ്പോൾ സ്റ്റീവ് ജോബ്സിനെ പോലെ അല്ലെങ്കിൽ ഇലോൺ മസ്കിനെ പോലെയുള്ളവർ, അവരിലേക്ക് ഇത്രയേറെ ആളുകൾ ആകൃഷ്ടരാകാനുള്ള കാരണം അവരുടെ ബയോഗ്രഫി വായിക്കാൻ, അതല്ലെങ്കിൽ അവരുടെ പ്രഭാഷണം കേൾക്കാനെല്ലാം ആളുകൾ ഇത്രയേറെ താല്പര്യം കാണിക്കുന്നത് അവർ തികച്ചും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നിർമ്മിച്ച ആളുകളായതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് ജനഹൃദയങ്ങൾ അവരിലേക്ക് ആകൃഷ്ടരാകുന്നതും ലോകം അവരെ ഹീറോയാക്കിയെല്ലാം വാഴ്ത്തുന്നത്. അതേപോലെ തന്നെ ആ ഇഹ്സാൻ, ആ പെർഫെക്ഷൻ, അതാരാണ് ഇഷ്ടപ്പെടാത്തത്? അപ്പോൾ നല്ല മിടുക്കനായിട്ടുള്ളൊരു പാട്ടുകാരനെ അല്ലെങ്കിൽ ഒരു കലാകാരനെ അല്ലെങ്കിൽ ഒരു ചിത്രകാരനെ ജനങ്ങളെല്ലാം അവരെ സ്നേഹിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ അയാൾ ജനഹൃദയത്തിലേക്കെല്ലാം ആകൃഷ്ടനാകാനുള്ള കാരണം അയാൾ ആ ഫീൽഡിൽ നേടിയെടുത്ത പെർഫെക്ഷൻ കാരണമാണ്. അതേ പണി ചെയ്യുന്ന വേറെ 100 കണക്കിന് ആളുകളുണ്ടാവും. പക്ഷേ ഈ വ്യക്തി അയാളുടെ കഠിന പ്രയത്നത്തിലൂടെ മറ്റുള്ള ആളുകളേക്കാൾ ആ ഫീൽഡിൽ പെർഫെക്ഷൻ നേടിയെടുത്തത് കാരണം സകല ഹൃദയങ്ങളും അയാളിലേക്ക് ആകർഷണമാവുകയാണ്. ഈ 2 കാര്യങ്ങൾ, അതായത് നമ്മുടെ ജീനിൽ തന്നെ ഫിത്രിയായിട്ട് അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, പുതുതായിട്ട് അല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമായിട്ട് ഇന്നൊവേറ്റീവായിട്ട് നിർമ്മിക്കുന്ന ആളുകളോടുള്ള സ്നേഹം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ പെർഫെക്ഷൻ നേടിയെടുത്ത ആളുകളെയും ആളുകൾ ഇഷ്ടപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ 2 ക്വാളിറ്റികൾ ഫിത്രിയായിട്ട് ജന്മസിദ്ധമായിട്ട് നൽകാനുള്ള കാരണം എല്ലാം നിർമ്മിച്ച, എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനെ, ഖാലിഖായിട്ടുള്ള അള്ളാഹുവിനെ നീ കണ്ടെത്താനും, അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, അതേപോലെ തന്നെ അവൻ്റെ സൃഷ്ടികളിലൂടെ ആ സൃഷ്ടിപ്പിലുടനീളം അവന് പുലർത്തിയ ആ പൂർണ്ണത, ഇഹ്സാന് നീ കണ്ടെത്താനും അതുവഴി നിൻ്റെ ഹൃദയത്തെ അവന് സമർപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു നിരന്തരം ആ സൃഷ്ടികളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇപ്പോൾ സൂറത്ത് ഖാഫിൻ്റെ 6-ാമത്തെ വചനത്തിൽ അഫലം യൻദുറു ഇല സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹ, അള്ളാഹു പറയുന്നുണ്ട്, ആ ഉപരിലോകത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, ഞാൻ ഏതു രൂപത്തിലാണ് അതിനെ നിർമ്മിച്ചത് എന്ന്. അതല്ലെങ്കിൽ സൂറത്ത് നൂറിൻ്റെ 45-ാമത്തെ വചനത്തിൽ വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മ,
അള്ളാഹു ഭൂമിയിലുള്ള ആ ജൈവ വൈവിധ്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എല്ലാത്തിനെയും ജലത്തിൽ നിന്ന് സൃഷ്ടിച്ചു ശേഷം ഫമിൻഹും യംശി അലാ ബത്തുനിഹി, ഇഴഞ്ഞ് സഞ്ചരിക്കുന്നവയുണ്ട്, അല്ലെങ്കിൽ 2 കാലിൽ അല്ലെങ്കിൽ 4 കാലിൽ. ആ ജീവ വൈവിധ്യത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അതിലുടനീളം പുലർത്തിയിട്ടുള്ള ഇഹ്സാൻ, ആ പെർഫെക്ഷനെ സംബന്ധിച്ചാണ്. അപ്പോൾ ചിന്തിച്ചു നോക്ക്, അതായത് ഏതെങ്കിലും ഒരു കാര്യം, ഒരു ഫോണോ ഒരു കാറോ അത് സൃഷ്ടിച്ച അല്ലെങ്കിൽ അത് നിർമ്മിച്ച ആളുകളെ അത്രയേറെ ആരാധിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും സൃഷ്ടിച്ച സൃഷ്ടാവായിട്ടുള്ളവൻ അവൻ എത്രയേറെ സ്നേഹിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവരാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പെർഫെക്ഷൻ നേടിയ ആളുകളെ ഇത്രയേറെ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സൃഷ്ടിച്ചതിലെല്ലാം ആ പെർഫെക്ഷൻ പുലർത്തിയിട്ടുള്ള ആ സൃഷ്ടാവായിട്ടുള്ളവനല്ല ഏറ്റവും കൂടുതൽ ആരാധനക്കർഹൻ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, മനുഷ്യരാശിയോട് അള്ളാഹു ആദ്യമായിട്ട് പറയുന്ന ആ കൽപ്പന, യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങൾ ആരാധിക്കേണ്ടത് സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനെയാണ്. ആദ്യമായിട്ട് അള്ളാഹു അവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ക്വാളിറ്റി ആ സൃഷ്ടിപ്പ് എന്നുള്ള ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെയാണ് വീണ്ടും സൂറത്ത് ഗാഫിറിൻ്റെ 62-ാമത്തെ വചനത്തിൽ, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ഷൈഇൻ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്, അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, കാരണം അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. അതല്ലെങ്കിൽ സൂറത്തുൽ അൻആമിൻ്റെ 102-ാമത്തെ വചനത്തിൽ, ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅ്ബുദൂ, അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, അതുകൊണ്ട് ഫഅ്ബുദൂ, അവനെ നിങ്ങൾ ആരാധിക്കുക. അപ്പം എല്ലാത്തിനെയും സൃഷ്ടാവായിട്ടുള്ളവന് മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ളവൻ, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ കേവല യാദൃച്ഛികതയുടെ ഫലമല്ല ഈ സകല സൃഷ്ടികളും, എല്ലാം അവൻ്റെ അറിവോടുകൂടെയാണ്. ഒമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഭൂമിയിൽ ഒരു ഇല വീഴുന്നത് പോലും അവൻ്റെ അറിവോടുകൂടിയാണ്. ആ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് അള്ളാഹു ആവർത്തിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുർ റൂമിൻ്റെ 8-ാമത്തെ വചനത്തിൽ, മാ ഖലഖല്ലാഹു സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്, എല്ലാം ഞാൻ യാഥാർത്ഥ്യമായിക്കൊണ്ടാണ് ഞാൻ സൃഷ്ടിച്ചത്. അതല്ലെങ്കിൽ വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ, ഞാൻ എൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അശ്രദ്ധനല്ല. അതല്ലെങ്കിൽ വീണ്ടും സൂറത്തുൽ മുഅ്മിനൂനിൽ, അഫ ഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസ, ഞാനിതെല്ലാം വൃഥാ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. അല്ലെങ്കിൽ സൂറത്തുൽ അംബിയായിൽ, ലാഇബീൻ, ഞാൻ തമാശയായിക്കൊണ്ട് സൃഷ്ടിച്ചു എന്നാണോ നിങ്ങൾ കരുതുന്നത്? അത് ആ രൂപത്തിലല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള ആ ലക്ഷ്യത്തോടുകൂടി ആ കണക്കുകളോടുകൂടിയാണ് സർവ്വതിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ഖാലിഖ് ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരു ക്വാളിറ്റി ആ തഖ്ദീറാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖമറിൻ്റെ 49-ാമത്തെ വചനത്തിൽ, ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, എല്ലാത്തിനെയും ആ ഖദറോടുകൂടെ സൃഷ്ടിച്ചു എന്നുള്ളത്. അതല്ലെങ്കിൽ വീണ്ടും സൂറത്തുൽ അലയിൽ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ, അവിടെയും അള്ളാഹു അതേ കാര്യം ആവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഇതിനോടൊപ്പം കടന്നു വരുന്ന മറ്റൊരു അള്ളാഹിൻ്റെ നാമം ഖല്ലാഖ് എന്നുള്ള നാമമാണ്. ആ ഫഅൽ ഫോമിലാണ്. ഇപ്പോൾ റാസിഖ്, റസാഖ്, അതല്ലെങ്കിൽ ഗഫാർ എന്നെല്ലാം പറയുന്ന അതേ ഫോമിലാണ് അൽ ഖല്ലാഖ് എന്നുള്ള നാമം. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് ഈ ഒരു നാമം വരുന്നുണ്ട്. ഒന്ന് നമുക്കെല്ലാം സുപരിചിതമാണ്, സൂറത്ത് യാസീൻ്റെ 81-ാമത്തെ വചനത്തിൽ, ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം, അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ ഖല്ലാഖ് എന്നുള്ളത് ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പെർഫെക്ച്വലായിട്ട്, അതായത് അത് സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ക്വാളിറ്റിയാണ്. അതായത് നിരന്തരം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള ക്വാളിറ്റിയാണ് ആ ഒരു നാമം ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൃഷ്ടിപ്പ് എന്നുള്ളത് അള്ളാഹു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചെയ്തതല്ല, മറിച്ച് നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ്. അതാണ് ഖല്ലാഖ് എന്നുള്ള നാമം. അപ്പോൾ അത് നമ്മുടെ മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രം ചിന്തിച്ചു നോക്കും. ഓഫി അംഫുസിക്കും, ഇപ്പോൾ ആധികാരികമായിട്ടുള്ള കണക്കുകൾ കാണിക്കുന്നത് ഓരോ ദിവസവും 3,80,50,000 കുട്ടികളാണ് ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. അതായത് ഓരോ സെക്കൻഡിലും 5 ശിശുക്കൾ എന്നുള്ള രൂപത്തിൽ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുമറിൻ്റെ 6-ാമത്തെ വചനത്തിൽ, യഖ്ലുഖുക്കും ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും ഖൽഖം മിൻ ബഅദി ഖൽഖ്, അള്ളാഹു പറയുന്നുണ്ട്, ഒരു സൃഷ്ടിക്ക് ശേഷം മറ്റൊരു സൃഷ്ടിയെ, അതായത് നിരന്തരം ജനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അത് മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യന് കേവലം ഒരു ജീവിവർഗം മാത്രമാണ്. ഇപ്പോൾ ഓർക്കുന്നത് BBC-യുടെ ഒരു ലേഖനം 2018 ജൂൺ 11-ാം തീയതി അവർ പബ്ലിഷ് ചെയ്തൊരു ലേഖനം, ഹൗ മെനി ആനിമൽസ് ബോൺ ഈച്ച് ഡേ, ഓരോ ദിവസവും ഭൂമിയിൽ എത്ര ജീവികളാണ് ജനിച്ചു വീഴുന്നത് എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കണക്ക് അവർ ആ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ എണ്ണപ്പെട്ട ചില ജീവികളുടെ കണക്കുകൾ പറയുന്നുണ്ട്, അത്ഭുതമാണ്. ഇപ്പോൾ മുയലുകളെ സംബന്ധിച്ച് ദിനേന ഭൂമിയിൽ 19 ലക്ഷം മുയലുകളാണ് ജനിച്ചു വീഴുന്നത്. അതായത് ഓരോ സെക്കൻഡിലും 22 എണ്ണം എന്നുള്ള തോതിൽ. അതേപോലെ തന്നെ ചിക്കൻ, കോഴികൾ, ഒരു ദിവസം 200 മില്യൺ, അതായത് 20 കോടി കോഴികളാണ് ഭൂമിയിൽ പിറന്നു വീഴുന്നത്, ഓരോ സെക്കൻഡിലും 2300 എന്നുള്ള തോതിൽ. പിന്നീട് തേനീച്ചകൾ, ഹണീബി, ഒരു ദിവസം 37 കോടി തേനീച്ചകൾ ജനിച്ചു വീഴുന്നുണ്ട്, അതായത് ഓരോ സെക്കൻഡിലും 4000 എന്നുള്ള തോതിൽ. അപ്പം അതിനേക്കാളെല്ലാം ഞെട്ടിപ്പിക്കുന്നത് നെമറ്റോഡുകളെ സംബന്ധിച്ച്, ചില മണ്ണിരകൾ പോലെയുള്ള വിരകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഭൂമിയിൽ ഓരോ ദിവസവും ജനിച്ചു വീഴുന്നത് 600 ക്വാഡ്രില്യൺ, അതായത് 6ന് ശേഷം 20 പൂജ്യട്ടൊരു സംഖ്യയാണ്. അത്രയും എണ്ണം ഭൂമിയിൽ ഓരോ ദിവസവും ജനിച്ചു വീഴുന്നുണ്ട് എന്നുള്ളതാണ്.
ഇവിടെ കേവലം 4 ജീവിവർഗങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ ഭൂമിയിൽ ഏകദേശം 8.7 മില്യൺ, അതായത് 87 ലക്ഷം ജീവിവർഗങ്ങളുണ്ട് ഭൂമിയിൽ. അത് നമ്മൾ കണ്ടെത്തിയത് മാത്രം. ഇനിയും കണ്ടെത്താത്ത എത്രയോ ജീവിവർഗങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നും ഇത്രയേറെ ഓരോ ദിവസവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ബല വഹുവൽ ഖല്ലാഖുൽ അലീം. അവസാനിപ്പിക്കുകയാണ്. ആ സൃഷ്ടികളിലൂടെ, ആ സൃഷ്ടി പഠനത്തിലൂടെ ആ സൃഷ്ടാവിൻ്റെ മഹത്വവും കഴിവെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതുകൊണ്ടാണ് നിരന്തരം അള്ളാഹു ആ സൃഷ്ടികളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഏത് രൂപത്തിലാണ് ഓരോന്നും സൃഷ്ടിച്ചതെന്ന് അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൃഷ്ടികളോട് എത്ര അകലുന്നോ അത്രയും സൃഷ്ടാവിൽ നിന്ന് അകലും. അതേസമയം നമ്മൾ സൃഷ്ടികളോട് എത്ര അടുക്കുന്നോ അത്രയും സൃഷ്ടാവിനോട് അടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെല്ലാം വിലയിരുത്താറുണ്ട്. ഇപ്പോൾ ഇന്ന് മനുഷ്യർ നാച്ചുറായിട്ട്, പ്രകൃതിയായിട്ട് അങ്ങേയറ്റം ഡിസ്കണക്റ്റഡ് ആണ്. പ്രകൃതിയായിട്ടുള്ള ഇൻറ്ററാക്ഷൻ വളരെ കുറവാണ്. അതേസമയം നമ്മുടെ ഇബാദത്തുകളെല്ലാം അത് പ്രകൃതിയോട് ഇണങ്ങുന്ന രൂപത്തിലാണ്. ഇപ്പോൾ നമസ്കാരത്തിൻ്റെ ഓരോ സമയങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ സൂര്യൻ്റെ ചലനമാണ് അതിൻ്റെ എല്ലാം മാനദണ്ഡമായിട്ട് പറയുന്നത്. എല്ലാം പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുന്ന രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ പ്രകൃതിയായിട്ട് എത്ര അടുക്കുന്നു അത്രയും സൃഷ്ടാവായിട്ട് അടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ആകാശത്തിൻ്റെ അത്ഭുത ലോകമൊന്നും, ഇപ്പോൾ ലൈറ്റ് പൊല്യൂഷൻ, പ്രകാശ മലിനീകരണം എല്ലാം കാരണം അതിൻ്റെ ആ തനത് സ്വരൂപത്തിൽ കാണാൻ പോലും സാധിക്കുന്നില്ല. അത് മാത്രമല്ല, മൊബൈലെല്ലാം വന്നതിന് ശേഷം അധികം ആളുകൾ മുകളിലേക്കല്ല താഴേക്കാണ് നോക്കുന്നത്. അപ്പോൾ അവരെന്നെ പറയാറുണ്ട്, കർഷകരായിട്ടുള്ള ആളുകൾ അവർ കൂടുതലും വിശ്വാസികളായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നഗരത്തിൽ ആ തിക്കും തിരക്കും പിടിച്ച ജീവിതത്തിലുള്ള ആളുകളേക്കാൾ ഗ്രാമവാസികൾ അവർ അങ്ങേയറ്റം ഭക്തന്മാരായിരിക്കും, വിശ്വാസികളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ തിരക്ക് പിടിച്ച ജീവിതം, അതേപോലെ തന്നെ പ്രകൃതിയായിട്ടുള്ള ഈ ഡിസ്കണക്ഷൻ, ഇതെല്ലാം ഭൗതികവാദത്തിൻ്റെ വളർച്ചയ്ക്കൊരു കാരണമായിട്ടെല്ലാം വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിർ, സൃഷ്ടാവ് എന്നുള്ള പേരിലുള്ള ഒരു അധ്യായമുണ്ട്. അതിൻ്റെ 28-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ജനങ്ങൾക്കിടയിൽ അറിവുള്ള ആളുകളാണ് അള്ളാഹനെ ഭയപ്പെടുക എന്നുള്ളതാണ്. ഈ ആയത്തിൻ്റെ കോണ്ടക്സ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശ്രദ്ധേയമാണ്. കാരണം അതിന് ആ ഒരു ആയത്തിലും അതിന് തൊട്ടുമുമ്പുള്ള ആയത്തിലെല്ലാം അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സൃഷ്ടിപ്പിലുള്ള അത്ഭുതങ്ങളെ സംബന്ധിച്ചാണ്. ആ ഫലവർഗ്ഗങ്ങളെ സംബന്ധിച്ച്, മലകളെ സംബന്ധിച്ച്, ആ വർണ്ണത്തിലുള്ള വൈവിധ്യങ്ങളെ സംബന്ധിച്ച്, തമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹ, അതേപോലെ തന്നെ മനുഷ്യനെയും ജീവജാലങ്ങളുടെ എല്ലാം സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത് ജനങ്ങൾക്കിടയിൽ അള്ളാഹനെ ഭയപ്പെടുക അറിവുള്ള ആളുകളാണ്. അതിന് തൊട്ട് ശേഷം വരുന്ന ആയത്ത് 29-ാമത്തെ ആയത്തിൽ ഉടനെ അള്ളാഹു ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹു ആ ഖുർആനെ സംബന്ധിച്ചാണ് പറയുന്നത്. അള്ളാഹനെ സംബന്ധിച്ച് ഭയപ്പെടുക എന്ന് പറയുന്ന കാര്യം അത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ സാൻഡ്വിച്ചറാണ്. അതായത് ആദ്യം ആ പ്രപഞ്ചമാകുന്ന ആ സൃഷ്ടിപ്പിലുള്ള അത്ഭുതങ്ങൾ, ശേഷം അള്ളാഹു ഖുർആനെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ പണ്ഡിതന്മാർ പറയാറുണ്ട്, അള്ളാഹു അവതരിപ്പിച്ച 2 ഗ്രന്ഥങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഒന്ന് ഖുർആനാകുന്ന അള്ളാഹിൻ്റെ കലാമായിട്ടുള്ള ഗ്രന്ഥം, മറ്റേത് പ്രപഞ്ചമാകുന്ന ആ ഖുർആൻ, ആ ഒരു ഗ്രന്ഥമാണ്. അതിലുള്ള വാക്യങ്ങൾ എന്നുള്ളത് അതിലുള്ള പ്രതിഭാസങ്ങളും സൃഷ്ടികളാണ്. അതുകൊണ്ടാണ് അള്ളാഹു പല സ്ഥലത്തും ഖുർആനിൽ ഓരോ സൃഷ്ടികളെയും അല്ലെങ്കിൽ അത്ഭുത സൃഷ്ടികളെല്ലാം ചൂണ്ടിക്കാണിച്ച് അതിലെല്ലാം ആയത്തുകളുണ്ടെന്ന് പറയുന്നത്. ആ ഖുർആനിലുള്ള അതേ രൂപത്തിൽ അതിലും നിങ്ങൾക്ക് ആയത്തുകളുണ്ടെന്ന് ആവർത്തിച്ച് പറയാനുള്ള കാരണം അത് നമ്മൾ വായിക്കപ്പെടേണ്ടതാണ്. അത് വായിക്കുന്ന സമയത്തും അതിൻ്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ അത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഖുർആൻ എന്നുള്ളത് അത് കേൾക്കുന്ന വെളിപാടാണ്, അത് കാതുകൾക്കാണ് അത് മുഅ്ജിസത്തായിട്ട് മാറുന്നത്. അതേസമയം നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ള പ്രപഞ്ചമാകുന്ന ആ ഖുർആൻ അത് കണ്ണുകൾക്കുള്ള മുഅ്ജിസത്താണ്. അപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഖുർആൻ നിരന്തരം നമ്മുടെ ചുറ്റിലുള്ള പ്രകൃതിയിലേക്ക്, സൃഷ്ടികളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവലം യറോ ഇല ത്വയ്രി ഫൗഖഹും അഫലം യൻദുറു ഇല സമാ. അതേസമയം നമുക്ക് ചുറ്റിലുള്ള പ്രകൃതിയിലുള്ള ആയത്തുകൾ ആ ഖുർആനിലേക്കും നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ മുൻഗാമികളെക്കാൾ ആ സൃഷ്ടിപ്പിലുള്ള മഹാത്ഭുതങ്ങൾ കണ്ട് വിസ്മയിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് നമുക്ക് മുമ്പിലുണ്ട്. ഭൂമിക്കപ്പുറത്തുള്ള അത്ഭുത ലോകങ്ങളെ സംബന്ധിച്ച്, ആഴക്കടലിനെ സംബന്ധിച്ച്, അതേപോലെ തന്നെ സൂക്ഷ്മ ലോകത്തെ സംബന്ധിച്ചെല്ലാം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ എത്ര വിസ്മയിച്ചോ അതിനേക്കാൾ ഏറെ വിസ്മയിച്ച് റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സുജൂദിൽ വീഴേണ്ടവരാണ് നമ്മളോട് നിരന്തരം അള്ളാഹു പറഞ്ഞ കാര്യം ഇത്തരത്തിലുള്ള നിരീക്ഷണവും അതുവഴി അള്ളാഹിനെ കണ്ടെത്താനുമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം കുലു വശ്റബു വലാ തുസ്രിഫു, അതിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളോട് നോക്കാൻ പറഞ്ഞ കാര്യം അത് നമ്മൾ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര സൃഷ്ടികളായിട്ട് അടുക്കുന്നോ അത്രയും സൃഷ്ടാവിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ സൃഷ്ടാവിൻ്റെ മഹത്വം അറിയാനെല്ലാം അത് സഹായിക്കും എന്നുള്ളത്. അതാണ് അൽ ഖാലിഖ് എന്നുള്ള ആ നാമമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹിൻ്റെ സൃഷ്ടികളെ നിരീക്ഷിക്കാനും അതുവഴി അവനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാൻ, അവനോട് കൂടുതൽ അടുക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന
വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.